2026 UDFിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായിട്ടുള്ള വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും. നിലനിൽപ്പിൻ്റെ അനിവാര്യത ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏതാണ്ട് പല ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് UDF കയറി വന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ അമിത പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ കേരളം മുഴുവൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ UDFന് അനുകൂലമായ ഒരു സാഹചര്യമെന്ന് വിലയിരുത്തുകയും ചെയ്തു. അതിനെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടിയ ഒരു വലിയ പ്രഹരം. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തന്നെ UDFന് തന്നെ വലിയൊരു തകർച്ചയിലേക്ക് പോകുന്ന ലക്ഷണമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇനിയിപ്പോൾ MLA സ്ഥാനം രാജിവെക്കാം, രാജിവെക്കാതിരിക്കാം. രാജിവെക്കേണ്ട ആവശ്യമില്ല. കാരണം ഭരണപക്ഷത്തുള്ളവരും പല MLAമാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സമാനമായ കേസുകളിൽ രാജിവെക്കാതെ അവർ തടിതപ്പി ഇപ്പോഴും ആ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണമെങ്കിലും VD സതീശനും രമേശ് ചെന്നിത്തലയും അതിശക്തമായിട്ട് രാജിയുടെ കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ രാജിവെച്ചാലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ രാജിവെച്ചില്ലെന്നുണ്ടെങ്കിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് എന്തായാലും ഷാഫി പറമ്പിൽ അല്ല മത്സരിക്കുക എന്ന് നമുക്ക് ഉറപ്പായ കാര്യമാണ്. 2026 കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ രാജിവെച്ചാലും ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത പോലും കാണുന്നില്ല. കാരണം വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 26 സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും മുന്നണികളൊക്കെ കടക്കുന്ന ഒരു സമയമാണ്. ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. 12,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ മാങ്കൂട്ടത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി അവിടെ ഉജ്ജ്വല വിജയം നേടിക്കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് നിയമസഭയിൽ ഒഴിവ് വന്നത്. BJP അവിടെ പാലക്കാട് വലിയൊരു മുന്നേറ്റം തന്നെ കുറിക്കുകയും ചെയ്തു. BJPക്കാണ് ഏറെ സാധ്യത. 2021 തന്നെ ഷാഫി പറമ്പിലിനോട് എതിരിട്ടത് BJPയിലെ മെട്രോമാൻ ശ്രീധരനായിരുന്നു. കനത്ത മത്സരം കാഴ്ചവെച്ച ഒരു നിയമസഭാ മണ്ഡലമാണ്. BJP വിജയസാധ്യത വരെ കുറിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും BJPക്ക് വിജയസാധ്യത തെളിഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ഇവിടെ പക്ഷേ കോൺഗ്രസ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നില്ല, സീറ്റും കൊടുക്കില്ല. മറ്റാരെങ്കിലും ആണോ മത്സരിക്കുന്നതെങ്കിൽ അവർക്ക് വിജയസാധ്യതയുണ്ടോ, ജയിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളയൊക്കെ ആശങ്ക ജനിക്കുന്ന ഒരു സമയമാണ് ഇത്. പക്ഷേ എന്തായാലും പത്തനംതിട്ടക്കാരനായ മാങ്കൂട്ടത്തിന് ഷാഫിയുടെ വിശ്വസ്തനായിട്ടുള്ള മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് കൊടുക്കില്ല. അവിടെ നിന്നല്ല, ഒരിടത്തും സീറ്റ് കൊടുക്കില്ല. രാഷ്ട്രീയ ഭാവി തന്നെ അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പാലക്കാട് നിന്ന് ആരായിരിക്കും മത്സരിക്കുക? ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരും എന്നും ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ജനം ഷാഫി പറമ്പിലിനെ ഇപ്പോൾ കാണുന്നത്. എന്തുകൊണ്ട്? ഷാഫി പറമ്പിൽ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടതിലധികം വളം വെച്ചു കൊടുത്തിട്ടുള്ളത്. പലതരത്തിലും പലപ്പോഴും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഷാഫി പറമ്പിലിനടുക്കൽ നിരവധി പരാതികൾ ഇക്കാര്യത്തിൽ ചെന്നിട്ട് പോലും അതെല്ലാം ഒതുക്കി തീർക്കാനാണ് ഷാഫി ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ചിത്രം പാലക്കാട്ടുകാരുടെ കണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും ഷാഫി പറമ്പിലിനെ അവിടെ നിർത്തില്ല. വടകരയിൽ തന്നെ തുടർന്നും പോകട്ടെ എന്നാണ്. അതിനിടയ്ക്ക് നമ്മൾ കേട്ടതാണ് കേരളത്തിൽ നിന്നുള്ള പല കോൺഗ്രസ് MPമാരും തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അക്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ പേരും പറഞ്ഞിരുന്നതാണ്.
എന്നാൽ ഷാഫി പറമ്പിലിനെ പാലക്കാട് തന്നെ വടകരയിൽ തന്നെ നിർത്തിക്കൊണ്ട് പാലക്കാട് ഒരു പുതിയ സ്ഥാനാർത്ഥി എന്നല്ല, നിയമസഭയിലേക്ക് മറ്റൊരാളെ കണ്ടെത്താനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് മത്സരിക്കാൻ പോകുന്നത് മറ്റൊരു MP ആയിരിക്കും. ആ MP പാലക്കാടിന്റെ MP ആയിട്ടുള്ള 2019 ആദ്യമായി MP സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട VK ശ്രീകണ്ഠനായിരിക്കും. അന്ന് MP രാജേഷിനെയാണ്, ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷിനെയാണ് പരാജയപ്പെടുത്തിയത്. പിന്നീട് 2024 A വിജയരാഘവനെയും പാലക്കാട് പരാജയപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് VK ശ്രീകണ്ഠന് ഈ കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. 2024 VK ശ്രീകണ്ഠൻ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുമെന്നായിരുന്നു സർവേ പോലും. രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. ഈ VK ശ്രീകണ്ഠന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹം YSR പൊളിറ്റിക്കൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ആ YSRൻ്റെതായിട്ടുള്ള രീതികളൊക്കെ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട് തൻ്റെ മണ്ഡലത്തിൽ ഉടനീളം ദുർബലമായ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പാലക്കാട് ജില്ലയെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് DCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ ഇടങ്ങളിലേക്കും ഇവരുടെ ഈ പദയാത്ര ചെന്നെത്തി എന്നുള്ളതാണ്. എല്ലാ കുഗ്രാമങ്ങളിലേക്ക് പോലും, ചെറിയ ചെറിയ മുക്കിലും മൂലയിലേക്ക് പോലും ചെന്നെത്തി ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുന്നതിന് VK ശ്രീകണ്ഠന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ VK ശ്രീകണ്ഠനെ ഇറക്കിയാൽ മണ്ഡലം നിലനിർത്താം എന്ന് പാർട്ടി നേതൃത്വം കാണുന്നുണ്ട്. VK ശ്രീകണ്ഠന്റെ പേരും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമെന്നുള്ളത് മുൻപ് പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. VK ശ്രീകണ്ഠൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ UDF 2026 അധികാരത്തിൽ വരുമ്പോൾ പാലക്കാടിന് ഒരു മന്ത്രിയുടെ ഒരു പ്രാതിനിധ്യവും കൂടി കിട്ടാൻ പോവുകയാണ്. അപ്പോൾ VK ശ്രീകണ്ഠന് ഉള്ള ഇത്, പക്ഷെ ഷാഫി പറമ്പിൽ ഈ തീരുമാനത്തെ എങ്ങനെ എടുക്കും, എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതും അറിയേണ്ട ചില കാര്യങ്ങളാണ്. രാഹുലിനോടുള്ള ഒരു അമിത വാത്സല്യമാണ് ഷാഫി പറമ്പിലിനെയും ഇവിടെ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധികമായിട്ട് സംരക്ഷിച്ചു എന്നാണ് പൊതുവെയുള്ള വർത്തമാനം. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിനെ വടകരയിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്. അപ്പോൾ ഈ MP VK ശ്രീകണ്ഠൻ എന്ന MP-യെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ആ മണ്ഡലം നിലനിർത്താനായിട്ട് സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ തന്ത്രപൂർവം LDF-ഉം BJP-യും നോക്കിയിരിക്കുന്നതാണ്. അവരുടെ താല്പര്യം നേടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പാലക്കാട് ഇവർക്ക് കൈവിടാതിരിക്കാൻ കഴിയും. അപ്പോൾ പാലക്കാട് VK ശ്രീകണ്ഠൻ വരും. ഷാഫി മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെച്ചാലും ഇല്ലെങ്കിലും 2026 കാര്യമാണ് ഈ പറഞ്ഞത് എങ്കിൽ പാലക്കാട്ട് കോൺഗ്രസിന് പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെടാൻ സാധിക്കും.